പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ജീവിപ്പിക്കുന്ന കർത്താവിന് നന്ദിയോടെ സ്തോത്രം. സ്വർഗസ്ഥനായ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധിയിലും വിശ്വസ്തയിലും വിശ്വസ്തയോട് ഓടുന്ന ദൈവമക്കളെ, ഇന്ന പകൽ യഹോവയായ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് കാത്ത് ആ സ്വർഗീയ ചിറകടിക്കുള്ളിൽ വഹിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ ദൈവം ഇടയാക്കുന്ന പകലായി മാറട്ടെ. സമാധാനത്തിൻ്റെ ദൈവം കൂടെ ഇരുന്ന് സ്വസ്ഥതയും സമാധാനവും നൽകി സകലത്തിന്മേലും ജയം നൽകി ദുഷ്ടനെ ജയിക്കാനുള്ള അധികാരത്തോടെ ദൈവം നിന്റെ കരങ്ങളുടെ നിഴലിൽ നിങ്ങളെ മറച്ച് നടത്തുന്ന പകലായി മാറട്ടെ. വാത്സല്യ സഹോദരങ്ങളെ, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ 1 കൊരിന്ത്യർ 9 24 വാക്യത്തിൽ വിളിച്ചു പറയുന്നു, ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ എന്നവിടെ എഴുതിയിരിക്കുന്ന വാക്ക്. നമ്മളൊക്കെ വിശ്വാസ ജീവിതത്തിൻ്റെ പോർക്കളമേടുകളിലാണ്. വിശ്വാസത്തിൻ്റെ ആഴത്തിൽ, വിശ്വസ്തയുടെ മറവിൽ പോർക്കളം മേടുകളിൽ നിന്നുകൊണ്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഓട്ടത്തെയും നമ്മുടെ ലക്ഷ്യത്തെയും തെറ്റിക്കാൻ പിശാച് വളരെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളിൽ അനേക വിശുദ്ധന്മാർ ഓടിയവർ ഓട്ടം തികച്ചവരുടെ ലിസ്റ്റ് എബ്രായ ലേഖനം 12 1 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് എന്നവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ശ്രദ്ധിച്ച് നോക്കി. എന്നോടൊപ്പം ബൈബിളിൽ നിന്ന് എടുത്താട്ട് അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്: ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിനകത്ത് നാം ഉപേക്ഷികളെ പറ്റി വ്യക്തമായിട്ട് പറയുകയാണ്. വായിക്കാം എന്നോടൊപ്പം തന്നെ എബ്രായ ലേഖനം 12 1 വാക്യം. ആകയാൽ നാമും സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടുക. ഈ ഓട്ടം തെറ്റിക്കാനുള്ള 3 പേരോട് പറയുന്നുണ്ട്. അതായത് പറയുകയാണ്, അവിടെ വെച്ചിരിക്കുന്നത് നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. അതായത് സകല ഭാരമുണ്ട്, ജീവിതഭാരം, തലമുറയെക്കുറിച്ചുള്ള ഭാരം, കുടുംബത്തിനെക്കുറിച്ചുള്ള ഭാരം, എങ്ങനെയാകുമെന്നുള്ള ചിന്ത ആകുലങ്ങളേറ്റ് നിന്റെ ഓട്ടത്തെ സ്വസ്ഥതയില്ലാതാക്കി ഓട്ടക്കളത്തിൽ നീ ഇരുന്ന് പോകത്തക്കവണ്ണം നിൽക്കത്തക്കവണ്ണം പിശാച് പ്രതികൂലം ഇടുമ്പോൾ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ആ ലക്ഷ്യത്തിലേക്ക് ഓടുക. മുറുകെ പറ്റുന്ന പാപമുണ്ട്. ഇന്നിൻ്റെ ജീവിതയാത്രയെ കൊണ്ടുവന്ന് പിശാച് നിന്നെ തകർത്ത് കളയാൻ ശ്രമിക്കും. ശലോമോൻ വലിയ വിശുദ്ധനൊക്കെ ആയിരുന്നു. ഒറ്റ പ്രാർത്ഥനയിൽ 1000 യാഗത്തിന്മേൽ തീറയ്ക്കുക പോന കാര്യമൊക്കെ ശരിയാ. പക്ഷേ അവസാനം വന്നപ്പോൾ 700 ഭാര്യമാരും 300 വെപ്പാട്ടിയും 10,000 പിള്ളേരും എല്ലാമായിട്ട് ജീവിതം കഴിച്ചു കൂട്ടിയ ഒരു മനുഷ്യൻ ജീവന്റെ പുസ്തകത്തിൽ പേരില്ലാതെ ഓട്ടക്കളത്തിൽ നിന്ന് ഔട്ടായിപ്പോയി. വചനമാകുന്ന ട്രാക്ക് സൂട്ട് വേണം കേട്ടോ. അത് വലിയ നിർബന്ധമുള്ള കാര്യമാണ്. നീ ഓട്ടക്കളത്തിൽ നിൽക്കുക, ആദ്യം നിനക്ക് വേണ്ടതെന്നറിയാമോ? ട്രാക്ക് സൂട്ട് വേണം. നീ ഓടാനായി നിൽക്കുന്നുവെങ്കിൽ, നിന്റെ കഴിവിനെ അവിടെ നീ ആ ഓട്ടക്കളത്തിൽ ഉള്ളവനാണെന്ന് തിരിയണമെങ്കിൽ നിനക്ക് ട്രാക്ക് സൂട്ട്, അതായത് സ്നാനപ്പെടണം. സ്നാനമേറ്റ ഒരു ദൈവത്തിൻ്റെ പൈതൽ, അതായത് മുഴുകൽ സ്നാനം, തളിക്കലല്ല, പിള്ളേരുടെ അല്ല, കൊച്ചു പിള്ളേരെ കൊണ്ട് മുക്കുന്ന പരിപാടിയല്ല, വിശ്വാസ സ്നാനമേറ്റ ഒരു ദൈവത്തിൽ നിൽക്കുന്നത് ആത്മീയ ജീവിതത്തിൻ്റെ പോർക്കളത്തിൽ, ഓട്ടക്കളത്തിൽ അവൻ നിൽക്കുന്നത്. അവന് ട്രാക്ക് സൂട്ട് അവനെ ഇടിപ്പിച്ചിട്ടുണ്ട്. അതാരും കാണാതെ വണ്ണം വെണ്മയുള്ളതും മേന്മയുള്ളതുമായ ഒരു വലിയ സൂട്ട് കർത്താവിനെ ഇടിപ്പിച്ചിട്ടുണ്ട്. അത് പിശാചിനെ കാണത്തുള്ളൂ, നമുക്ക് കാണത്തില്ല കേട്ടോ. നീ ധരിച്ചിരിക്കുന്നതായ സൂട്ടിൻ്റെ വലിയ ബലമുള്ളതാണ്, വലിയ പവറുള്ളത് അതിനകത്ത്. അതായത് തിളക്കം അതിനകത്ത് എഴുതിയിരിക്കുന്നത്, വ്യക്തമായ തിളക്കത്തിൽ എഴുതിയിരിക്കുന്നത്. മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലും, മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും അവനെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതിയെ നാങ്കി ഇടിവിച്ചിരിക്കുന്നുവെന്ന് യെശയ്യാ 61:10 വിളിച്ചു പറയുന്നു. അപ്പൊ ദൈവത്തിന്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ മേൽ ഓർക്കുക, ഇന്ന് പകൽ നിന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഈ ട്രാക്ക് സൂട്ട് ഇട്ടുകൊണ്ട് ആയിരിക്കണം നീ ആ വേദിയിൽ നിൽക്കാൻ, ആ ഓട്ടക്കളത്തിൽ നിൽക്കാൻ. ഓട്ടക്കളത്തിൽ ഇറങ്ങുമ്പോൾ എൻ്റെ അപ്പൻ എന്നെ പണ്ട് സ്നാനപ്പെടുത്തി, എൻ്റെ അപ്പൻ മാമോദീസ മുക്കിയതാന്ന് പറഞ്ഞാൽ മാമോദീസ ഏറ്റത് കൊണ്ടായില്ല സഹോദരങ്ങളെ. മാമോദീസ ദൈവസേനയിൽ എത്തിക്കത്തില്ല. പള്ളിയുടെ മെമ്പർഷിപ്പും പള്ളിയുടെ ആ പഴയ രജിസ്റ്ററിനകത്ത് എഴുതി ചേർക്കുന്നതല്ല, മറ്റൊന്നും അല്ല. നിന്റെ പേര് സ്വർഗത്തിലെ ജീവന്റെ പുസ്തകത്തിൽ എഴുതണമെങ്കിൽ നീ വിശ്വാസ സ്നാനം ഏൽക്കണം. വിശ്വാസ സ്നാനം ഏൽക്കാത്തൊരു വ്യക്തി ഓട്ടക്കളത്തിൽ ഓടാൻ യോഗ്യനല്ല.
അതുകൊണ്ട് അവൻ ഏത് പാപം ചെയ്യും? അവനെ പിടിക്കുന്ന മുറുകെ പറ്റുന്ന പാപം. നീ ഇറങ്ങിത്തിരിച്ചത് വിശ്വാസത്തോടാകാം, പക്ഷേ യാത്രയിൽ നിന്നെ ഒതുക്കുന്ന, നിന്റെ മായാമോഹങ്ങളും ഇച്ഛകളും ഇട്ട് നിന്റെ ജീവിതയാത്രയെ പുറകോട്ട് വലിക്കുന്ന, ധനമോഹമാകുന്ന, ദ്രവ്യാഗ്രഹമാകുന്ന പാപ സ്വഭാവങ്ങളിലേക്ക് ഇറക്കുന്ന ഈ ലോകത്തിൻ്റെ ചിന്തകളും ധനമാർഗങ്ങളും ഇട്ട് നിന്റെ ജീവിതത്തെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് പുറകോട്ട് വലിക്കുമ്പോൾ മുറുകെ പറ്റുന്ന സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം ഇട്ട് ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുന്നു. ഇന്ന് പകൽ ദൈവസന്നിധി വിശുദ്ധിയോടെ നിൽക്കുന്ന ദൈവവൈതലേ, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നീ ഓടുന്നത് ഓട്ടക്കളത്തിൽ, ഒന്ന്, നീ വിശ്വാസ സ്നാനം ഏറ്റുവെങ്കിൽ ട്രാക്ക് സൂട്ട് നീ ഇട്ടിട്ടുണ്ട്. രണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ വിസിലളി, ആ വിസിലടി നീ കേൾക്കണം. അതായത് ദൈവത്തിൻ്റെ ആലോചന ശബ്ദം കേട്ട് നീ ഓടുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിൽ ഓടുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവാകുന്ന റഫറിയുടെ വാക്ക് കേട്ട് നീ ഓടുന്നുവെങ്കിൽ നിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ഒരു തടസ്സം ഉണ്ടാകത്തില്ല. ദൈവം നിന്നെ അവിടെ എത്തിക്കുമെന്നുള്ള ഉറപ്പ് തരാം വചനത്തിൽ. പരിശുദ്ധാത്മാവാകുന്ന ആമേൻ റഫറിയുടെ കൈക്കീഴിലാണോ നിൽക്കുന്നത്? അങ്ങനെയെങ്കിൽ നിന്റെ ഓട്ടം തെറ്റത്തില്ല. വിശുദ്ധിയോട് ഓടുവാൻ ദിനംതോറും വചനം പഠിപ്പിക്കും, വചനം നിന്നെ കേൾപ്പിച്ചുകൊണ്ടിരിക്കും. നെഹമ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഒരു വേർപാടും വിശുദ്ധിയെക്കുറിച്ചും വ്യക്തമായിട്ട് പറയുന്നു. കൊലോസ്യർ പറയുമ്പോൾ അവിടെയും വേർപാടും വിശുദ്ധിയെക്കുറിച്ചും വ്യക്തം പറയുന്നു. പാപ സ്വഭാവങ്ങളെ വിട്ട് വിശുദ്ധ ജീവിതത്തിലേക്ക് ഒരുക്കപ്പെട്ട ദൈവത്തിലെ പരിശുദ്ധാത്മാവാകുന്ന ഗൈഡൻസിൽ നീ മുന്നോട്ട് പോകുമ്പോൾ നിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് തടസ്സം നിൽക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. നീ ലക്ഷ്യപ്രാപ്തി പ്രാപിച്ചു. അതായത് ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുണ്ടെങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ. ആ നിന്റെ കുടുംബത്തിനകത്തൊന്നും നീ ഏകനായി വിളിച്ച വ്യക്തിയായിരിക്കാം. ഓട്ടക്കാലത്തിൽ പട്ടുപോയാൽ മറ്റുള്ളവർ നിന്നെ പരിഹസിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിന്നെ പരിഹസിക്കുന്നവരുടെ മുമ്പാകെ ജീവിപ്പിക്കുന്ന ദൈവത്തെ ഉയർത്തി കാണിപ്പാൻ നിന്റെ ഓട്ടക്കളത്തിൽ വിശ്വസ്തയോടുകൂടി ഓടുക. ഇടത്തും വലത്തുമായി നിനക്ക് പ്രലോഭിക്കുന്നവരും നിന്നെ സ്നേഹിക്കുന്നവരും നിന്നെ അടുത്തറിയുന്നവരൊക്കെ വിളിച്ചു പറഞ്ഞേക്കാം, പോരെ 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 എന്ന് പറഞ്ഞേക്കാം. ഉപവസിക്കുമ്പോൾ നിന്നെ അതിനെതിരെ നിന്റെ ഉപവാസത്തെ തെറ്റിക്കുന്ന കാര്യം പറഞ്ഞേക്കാം. നിന്നെ വിശുദ്ധിക്കെതിരെ പോർവിളി നടത്തിയവർ പറഞ്ഞേക്കാം. നിനക്കെതിരെ ഭോഷ്കെന്നും നിനക്കെതിരെ കള്ളനെന്നും നിനക്കെതിരെ വേണ്ടാത്ത വാക്കുകളൊക്കെ പറഞ്ഞേക്കാം. അധൈര്യപ്പെടരുത്. നീ ദൈവത്തോട് ബന്ധം പുലർത്തുന്നത് അവരാരുമല്ല. നിന്റെ ബന്ധം ദൈവത്തോടായിരിക്കട്ടെ. നിന്റെ കരം ദൈവത്തിങ്കിലേക്ക് നീളട്ടെ. ദൈവത്തിലേക്ക് കരം ഉയർത്തിക്കൊണ്ട് ഓട്ടക്കളത്തിൽ ഓടുക. ലക്ഷ്യത്തിലേക്ക് എത്തും. നീ വിരുദ് പ്രാപിക്കുന്ന ഉറപ്പാ. ഇന്ന് പകൽക്കാലം ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ. നിന്റെ വിരുദ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പാദപീഠം വരെയാ. അതവിടെ ചെന്ന് കഴിയുമ്പോൾ അവൻ നിനക്കായി ചില തരുമെന്ന് പകൽക്കാലം വിശ്വസിക്കുന്നുണ്ടോ? കഴിഞ്ഞ നാളുകൾ ഓട്ടക്കാലത്തിൽ ഓടി പട്ടുപോയി നമ്മുടെ പിമ്പിലുണ്ട്. ആയിരങ്ങൾ പട്ടുപോയി. 2 പേരെ അക്കരെ നാട്ടിൽ കയറിയുള്ളൂ. എല്ലാവരും ഇറങ്ങിത്തിരിച്ചതാ. ദർശനം കണ്ടവരും വിഷയം കണ്ടവരും ദൈവശബ്ദം കേട്ടവരും അപ്പം തിന്നവരും മന്ന ഭക്ഷിച്ചവരും കാടെ ചൂട്ടുന്നവരും ഒക്കെ അതിനകത്തുണ്ട്. പക്ഷേ ഇമാർ ഒന്നും അക്കരെ കയറി 2 പേരെ കയറിയിട്ടുള്ളൂ. നിന്റെ വിശ്വാസ ജീവിതത്തിനകത്ത് ഇറങ്ങി തിരിച്ചപ്പോൾ നല്ല ഭക്തിയും വിശ്വാസവും ഒക്കെ ആയിരുന്നു. കുറച്ചൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ചില കുടവേരും കുടവണ്ടിയൊക്കെ ചാടി കഴിഞ്ഞപ്പോഴത്തേക്ക് ലക്ഷ്യം ക്രിസ്തുവാകുന്ന കാൽവരി ക്രൂശിൽ നിന്ന് വിട്ടിട്ട് ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്ക് ഓടിക്കഴിഞ്ഞപ്പോൾ ട്രാക്ക് തെറ്റിപ്പോയി. നിന്റെ തലമുറയുടെ ട്രാക്ക് തെറ്റിപ്പോയി. അത് മുസ്ലിം എന്നില്ല, അത് മറ്റൊരു ജാതി എന്നില്ല, സർവ്വത്തിൻ്റെയും പിന്നാലെ ഓടാൻ തുടങ്ങി. നിന്റെ ഹിതമല്ല ഭവനത്തിൽ വെളിപ്പെടുത്തുന്നത്, ഭാര്യ പറയുന്നത് നടക്കാൻ തുടങ്ങുന്ന ഒരു അനുഭവമായി. നിന്റെ കുടുംബത്തിനകത്ത് ദൈവിക സാന്നിധ്യം വിട്ടിട്ട് സീരിയൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. ഈ ലോകത്തിൻ്റെ ശബ്ദം സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. അവിടെ ദൈവസന്നിധി വിശുദ്ധിയോട് ഓടുവാൻ ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നുവെങ്കിൽ അവന് ബിരുദ് പ്രാപിപ്പാൻ, അതായത് നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ എന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നിൻ്റെ ഓട്ടക്കളത്തിൽ വിശ്വസ്തയോടെ പറയാൻ പറ്റുമോ? എൻ്റെ പേര് ആ ബുക്കിനകത്തുണ്ട്, ജീവൻ്റെ പുസ്തകത്തിലുണ്ട്. എൻ്റെ ഓട്ടത്തിൽ ഇന്ന് വരെ വിശ്വസ്തയോടെ ഞാൻ ഓടി, നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ ഇരടം എനിക്കായി വെച്ചിരിക്കുന്ന പറയുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ആ ദൈവത്തിലേക്ക് ഇന്ന് പകൽ അടുത്ത് വരട്ടെ. ആ നീതിയുടെ കിരീടം പ്രാപിക്കുന്ന ആ ദിവസം നിന്റെ പേരും ജീവന്റെ പുസ്തകം ദൈവം വിളിക്കുമ്പോൾ നിന്റെ പേര് കാണുമോ? പാടാൻ എളുപ്പമാ. പേർ വിളിക്കുന്ന നേരം കാണും എൻ്റെ പേരും എന്നുള്ളത്. വിശ്വാസത്തോടെ പറയാൻ പറ്റുമോ? എൻ്റെ പേരും ഇന്ന് അതിനകത്തുണ്ട്. ഞാൻ വിശ്വസ്തയോടി എനിക്ക് അവിടെ എത്തുവാൻ കഴിയുമെന്ന് ഉറപ്പോടെ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് കുറവുകളേറ്റ് പറഞ്ഞ് ദൈവത്തിലേക്ക് മടങ്ങി വരുന്നൊരു പകലായി മാറട്ടെ. യഹോവയുടെ ആത്മാവിൽ തികയപ്പെട്ടവരായി ശത്രു മുമ്പാകമേശ്വർക്ക് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി അവൻ്റെ കൽപ്പനകൾ പൂർത്തീകരിച്ച് ഇതുവരെ പൂർത്തീകരിക്കാത്ത വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ ട്രാക്ക് ഷൂട്ട് ഇടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, സ്നാനമേൽക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ദൈവശബ്ദം കേട്ട് ഇന്ന് പകൽക്കാലം മടങ്ങി കർത്താവിൻ്റെ സ്ഥലത്തേക്ക് യഥാസ്ഥാനപ്പെടുക. പുതിയ വസ്ത്രം, പുതിയ ശക്തി, പുതിയ കൃപ പ്രാപിച്ചുകൊണ്ട് ഓട്ടക്കളത്തിൽ ഓടുക. ദൈവം നിന്നെ നടത്താൻ ശക്തനത്രേ. God bless you.